എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ ഇതെന്തായിരുന്നു, റംബുട്ടാനല്ലേ? നമ്മുടെ റംബുട്ടാൻ ഇതാ കുറേ പഴുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് മഞ്ഞ കളർ ഫുള്ളാകുന്നില്ല. അപ്പോഴത്തേനും കിളികളെല്ലാം കൂടെ കൊത്തിയിട്ട് താഴെ ചാടിക്കും കേട്ടോ. ഇത് കണ്ടോ, നിലത്ത് കിടക്കുന്ന നോക്കിയാൽ എന്തോരാന്ന് കണ്ടോ നിലത്ത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴ വരുന്നുണ്ട്, അതാ ഇരുട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് പറിക്കാനുള്ള സമയം കിട്ടുള്ളൂ. ഇതാ നിറച്ച് കായ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നിലത്ത് ചാടിപ്പോയി, കുറേ കിളിയൊക്കെ കൊത്തി താഴെ ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവൻ ഒന്ന് പറിച്ചെടുത്താലോ? അപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഒരു കൊട്ട നിറച്ച് കിട്ടിയിട്ടോ. പക്ഷേ ഇത് 2 കൊട്ടയോളം ഉണ്ടായിരുന്നു. ബാക്കി മൊത്തം കിളി, ഈ തത്തമ്മയും ഒക്കെ വരുന്നുണ്ടേ. ഈ കരികലമ്പട എന്ന് പറയുന്നൊരു സൈസ് കിളികളുണ്ട്. അതുങ്ങളെല്ലാം വന്നിരുന്നിട്ട് ഇത് തീറ്റയായിട്ടാണ് പരിപാടി. പിന്നെ ഞങ്ങൾ വിചാരിക്കും അതിങ്ങ് തിന്നാൻ വേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ അവരെ ഓടിച്ചു വിടിയല്ല. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഇതേന്ന് പറിച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഇത് 250 രൂപ കിലോ വിലയുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ തിരുവമ്പാടി ചോദിച്ചപ്പോൾ 250 രൂപ കിലോ വിലയുള്ള സംഭവം കേട്ടോ അത്. കണ്ടില്ലേ, എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടിയല്ലോ. ബാക്കി കിളിയും തന്നെ കേട്ടല്ലേ. അപ്പോൾ അതാ കൂട്ടുകാരെ, അവിടുന്ന് നമ്മൾ റംബുട്ടാനൊക്കെ പറിച്ച് വരുമ്പോൾ ഒരു കലേടിയും കണ്ടോ, ബ്ലാക്ക് കലേടിയാണേ. ഇത് നമ്മൾ ചട്ടിയിലൊക്കെ ഇവിടെ നിറച്ചുണ്ടായിരുന്നു, ആ സെയിൽ ചെയ്ത് തീർന്നു. അപ്പോൾ അതാ ഒരു 1-2 തൈ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതും കൂടെ പറിച്ച് നമുക്ക് പോട്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പറിച്ചെടുത്തിട്ട് പോട്ടാക്കി വെച്ചാലല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനെ നമുക്കൊന്ന് പോട്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇതാ മണ്ണ് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു കയ്യിൽ വീഡിയോ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് കൊത്തുന്നത് ഉണ്ടോ. അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിന് മണ്ണ് കിട്ടി കേട്ടോ. ഇനി ഞാനത് ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ചട്ടിയിലെടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അത് അവിടുന്ന് പറിച്ചെടുത്തിട്ട് 2 തൈയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു തയ്യ്, ഒരെണ്ണം കൂടി ഉണ്ട്, 2 തയ്യുണ്ട്. പിന്നെ ഞാൻ ചട്ടിയിൽ മണ്ണും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിലോട്ടൊന്ന് നടാം കേട്ടോ. അപ്പോൾ അത് 2 ചട്ടിയാണ്. ഈ ഒരു ചട്ടി ഇതുവേ 2ലും നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാൽ കേട്ടോ. ഞാൻ അതിലോട്ടൊന്ന് നടട്ടെ കേട്ടോ അത്. അപ്പോൾ അതാ കൂട്ടുകാരെ, ഇതെന്താണെന്ന് ഞാൻ നടന്ന് കാണിക്കാത്ത, ഞാൻ സ്വന്തമായി ഉള്ളതുകൊണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടേ 2 കൂടെ കഴിയുമല്ലോ. അപ്പോൾ അതാ നമ്മൾ 2 ചട്ടി നട്ടു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കിയത്. ബ്ലാക്ക് കലേടി ഞങ്ങൾ പണ്ട് നമ്മളൊരു നഴ്സറി പോയപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒത്തിരി തൈകൾ നമ്മൾ കൊടുത്തു പോയി കേട്ടോ. പിന്നെ ഇപ്പം ഇത് തീർന്നായിരുന്നു. മഴയത്ത് എവിടെ ഇതിൻ്റെ ഒരു വേര് കിടന്നാൽ മതി, അത് മുളച്ചുണ്ടായി വന്നതാണേ, കണ്ടില്ലേ. അപ്പോൾ നമ്മളതിനെ അവിടെ നട്ടു വെച്ചു കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ടോ, നമ്മുടെ ഒരു ഹാങ്ങിങ് ചെടി കേട്ടോ. ഈ കലാത്തിയ ചെടീൻ്റെ ചട്ടിയിലോട്ട് നോക്കിക്കേ, ഉണ്ടായി വന്നതാട്ടോ. കലാത്തിൻ്റെ ഉണ്ട് 2 ഇല അതിനകത്ത് കാണുന്നുണ്ട്. കലാത്തിയൊക്കെ തീർന്നായിരുന്നേ. അപ്പോൾ അതിലതാ ഒരു ഹാങ്ങിങ് പ്ലാന്റും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടി അങ്ങ് ഹാങ്ങിങ്ങിലിട്ടാലോന്നേ. എന്നാൽ നമുക്കതും കൂടി ഒന്ന് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. ആ ചട്ടിയിൽ നിന്ന് ഇത് നമുക്ക് പറിച്ചെടുക്കാവേ. അപ്പോൾ ഇതിനകത്ത് ഉള്ളിലൊരു കലാത്തി ഉണ്ട് കേട്ടോ. അത് കളയാത്ത രീതിയിൽ വേണം നമുക്കിത് പറിച്ചെടുക്കാൻ. ഇതുണ്ടോ, ഇതൊക്കെ ചെറിയ വേര് എവിടെയെങ്കിലും ഉണ്ടാകും. ആ വേര് ഈ മഴ പെയ്തിട്ടേ മഴയത്ത് കിളുത്ത് വരുന്ന കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ് വേര് നിന്നാൽ മതി, അപ്പോഴത്തേനും അത് എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടി മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിനകത്തുനിന്ന് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പറിച്ചപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആ ഗ്രീൻ കലാത്തിയ സുന്ദരി കണ്ടോ അതിനകത്ത് നിൽക്കുന്നുണ്ടോ. ഇതുണ്ടോ, നല്ലൊരു കലാത്തിയ സുന്ദരി ഉണ്ടല്ലേ, ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഹാങ്ങിങ് ചട്ടിയിലോട്ട് നടാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നട്ടാലോ, ചെടിക്കകത്തോട്ട് നടാം കേട്ടോ. പൂവൊന്നും കളയാത്ത രീതിയിൽ നമുക്ക് അങ്ങോട്ട് നട്ടു വെക്കാം കേട്ടോ. ഇത് പെട്ടെന്നാകും കേട്ടോ, അതങ്ങനെ കേടുവരുന്ന ചെടിയല്ല കേട്ടോ, വേഗം ആകും കേട്ടോ. നിറച്ച് പിന്നെ ഇത് ചട്ടി നിറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് തൂങ്ങി വരുന്ന ചെടി കേട്ടോ. നല്ലപോലെ പൂവും വിരിവേ.
ഇതിൻ്റെ എല്ലാ കളറും നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ സെയിലില്ലാത്തത് കൊണ്ട് ചെടിയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെടികളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ കുറച്ച് മഴയാവട്ടെ എന്ന് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ ഇതാ ഞാനത് ചട്ടിയിലെല്ലാം നട്ടതിന് ശേഷം ഹാങ്ങിങ്ങിലാക്കിയിട്ടാട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ, നമ്മൾ ഹാങ്ങിങ്ങിലാക്കി വെച്ചു കേട്ടോ. ഇതാ അതിൻ്റെ കൂടെ വേറൊരു ചെടി നിൽക്കുന്നുണ്ട്. ഇത് എന്താ ഫേണിൻ്റെ വെറൈറ്റിയാണ്, ഫേൺ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയായിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഒക്കെ തീർന്നിട്ടെല്ലാം കണ്ടില്ല, കുറച്ച് തൈകൾ കിളുത്ത് വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹാങ്ങിങ് റെഡി. ഈ ചെടി ഇതാ ഇവിടെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതാ നമ്മുടെ കലാത്തിക്കകത്തൊക്കെ പുല്ല് മുളച്ചേക്കുന്ന കൂട്ടുകാരെ. ഇത് ഞായറാഴ്ച ദിവസമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് അതും കൂടി ഒന്ന് പറിച്ച് വെച്ചിട്ട് ഈ മഴയ്ക്ക് മുന്നേ ഒന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്തിട്ടോ. പെട്ടെന്ന് ഈ ചട്ടിക്കകത്തൊക്കെ പുല്ല് വെളുക്കും കേട്ടോ, വേഗം പുല്ല് വെളുക്കും. ഇത് കണ്ടില്ലേ, നമ്മളെ ചെടിയൊക്കെ കണ്ടില്ലേ, നല്ല സുന്ദരികളായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിയേ, കണ്ടോ, കണ്ടില്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത ദിവസം തന്നെ ഞാൻ സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാടൊക്കെ പറിച്ച് വെച്ചാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ്സ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.